ഓക്കെ നല്ല പടമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിലുള്ള മൂവിയല്ല, പക്ഷേ നമ്മൾ എന്താ പറയുക കുറേ കാലമായിട്ട് കാണാണ്ടിരിക്കുന്ന ഒരു വിഷ്വലിൽ കാണാൻ പറ്റുന്നൊരു മൂവിയാണ്. അത് പാട്ടുകളാണെങ്കിലും നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ, അങ്ങനെ ഒരു നല്ല ഒരു മൂവി. എല്ലാവരുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട്. ഈവൻ നിഷാദ് സാഗർ ആണെങ്കിലും നിഷ ചേച്ചി ആണെങ്കിലും എല്ലാവരുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കുറേ കാലമായിട്ട് കാണാതിരുന്ന ഒരു വിഷ്വലിൽ നമ്മൾ കാണുന്ന ഒരു മൂവി. ഇമോഷണൽ ആണോ എന്ന് വെച്ചാൽ അതെ, പണ്ടത്തെ ഈ എന്താ പറയുക നമ്മൾ എഴുത്തിനിരുത്തിക്കുന്ന ആ ഒരു കോൺസെപ്റ്റിൽ വന്നിട്ട് അവരുടെ ലൈഫ്, അത് സ്കൂൾസും കാര്യങ്ങളും വന്നപ്പോൾ ആ എഴുത്തിനിരുന്നവരുടെ പിന്നീടുള്ള ആ ഒരു എന്താ പറയുക സിറ്റുവേഷൻ, അവരുടെ ലൈഫ് എങ്ങനെ പോയി എന്നൊക്കെ കാണിക്കുന്ന ഒരു മൂവിയായിട്ട് തന്നെ തോന്നുന്നത്. രണ്ടുമൊന്നും ഇല്ലെങ്കിൽ പോലും ജീവഗന്ധിയായ ഒരു സിനിമ. നിഷാ സാരംഗ് ഇത്ര ഭംഗിയായി അഭിനയിച്ചിരിക്കുന്നു, അവർക്കൊരു അവാർഡ് പോലും കിട്ടേണ്ടതാണ്. അത്ര ഭംഗിയായിട്ട് ജീവിച്ചിരിക്കാൻ അഭിനയിക്കാന്ന് പറയാൻ പറ്റില്ല. നിഷാ സാരംഗ് ജീവിക്കുകയായിരുന്നു ഈ ചിത്രത്തിൽ. അത്ര ഭംഗിയായിട്ടുണ്ട്. ഒരു ബോറടിയില്ല, ലാഗിങ് ഇല്ല, സുഖമായിരുന്ന് കാണാം. പിന്നെ ഇന്നത്തെ ന്യൂ ജനറേഷൻ ഒരു പക്ഷേ എങ്ങനെയാണെന്ന് അറിയില്ല. എന്നെപ്പോലുള്ളവർക്ക് ജീവഗന്ധിയായ ഒരു ചിത്രമെന്ന് പറയാം. ശരിക്കും ജീവിക്കായിരുന്നു, അതിനകത്ത് ആരും അഭിനയിച്ചിട്ടില്ല, അത്രയ്ക്ക് ഭംഗിയായി. നിഷ ഒരു പുതിയ ആക്ട്രസ് സിനിമയിലേക്ക് ലളിത ചേച്ചിക്കും സുകുമാരി ചേച്ചിക്കും പകരം നിൽക്കാവുന്ന ഒരു ആക്ട്രസ് ഈ സിനിമയിലൂടെ ജനിച്ചിരിക്കുകയാണ്. കൂടാതെ ഞാൻ അവരോട് ഈ സിനിമ ചെയ്യാൻ തുടങ്ങുന്നു പറഞ്ഞിരുന്നു. സൗത്ത് ഇന്ത്യയിലെ തന്നെ മികച്ച ക്യാരക്ടർ ആർട്ടിസ്റ്റായി അവരൊരു 2 കൊല്ലത്തിനുള്ളിൽ മാറും. സൗത്ത് ഇന്ത്യൻ ഫീച്ചേഴ്സുള്ള ഒരു വേൾഡ് ക്ലാസ് ആക്ട്രസ്സാണ്. എല്ലാം വിചാരിച്ച പോലെ തന്നെ വർക്കൗട്ടായി. അവരുടെ അഭിനയമായാലും ക്യാരക്ടറൈസേഷൻ ആയാലും സംഗീതം, പ്രത്യേകിച്ച് മോഹൻ സിതാരയുടെ ഐക്കോണിക്കായിട്ടൊരു സോങ്, അതാണ് പടത്തിനെ ലിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. സംഗീതം ഇത് ദേശാടനം പോലെ, ആകാശദൂത് പോലെ, അതല്ലെങ്കിൽ അങ്ങനെയൊക്കെ അംഗീകരിക്കപ്പെടേണ്ട ഒരു സിനിമയാണ്. ഒരിക്കലും തിയേറ്റർ ഇത് വളരെ സാങ്കേതികപരമായി മുന്നിൽ നിൽക്കുന്ന സിനിമയാണ്. ഇതൊരിക്കലും ഒരു ഫെസ്റ്റിവൽ മൂവിയല്ല, മറിച്ച് ഫ്ലാഷ് ബാക്കുകളും എല്ലാമുള്ള വളരെ സെമി കമേഴ്ഷ്യൽ മൂവി തന്നെയാണ്. അല്ലാതെ ആ രീതിയിലാണ് നമ്മൾ മേക്ക് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഇതൊരു ഫെസ്റ്റിവൽ മൂവി മാത്രമല്ല. പക്ഷേ ഒരു എഡ്യൂക്കേഷൻ്റെ കൾച്ചർ കാണിക്കുന്നതുകൊണ്ട് ഇത് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടു എന്ന് മാത്രം. കാരണം ഇറാനിയൻ ഫിലിംസൊക്കെ എടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത.